എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. അച്ഛനാണെങ്കിൽ തീരെ സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയിൽ. അമ്മയ്ക്ക് അതും വയ്യ ഇതും വയ്യ അങ്ങനെ. അപ്പോഴച്ഛന് മനസ്സിലായി ഇത് ചിലപ്പം ഇങ്ങനെ നടക്കാനുള്ള ഒരു രീതി കാണുന്നത് കൊണ്ട് അച്ഛൻ എന്ത് ചെയ്ത് അച്ഛൻ്റെ വീട്ടിലോട്ട് അങ്ങ് പോയി. അങ്ങനെയെങ്കിലും ഇത് നടക്കാതിരിക്കട്ടെ എന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഉടനെ ഇനിയിപ്പോൾ തീരുമാനം എടുത്താലേ പറ്റുള്ളൂ. അങ്ങനെ അനുചേട്ടൻ വന്ന് ലാസ്റ്റായിട്ടൊന്ന് ചോദിക്കാം വീട്ടിൽ എന്തുവാണ് പറയുന്നത്. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ ഇങ്ങനെ എങ്ങും തൊടാതെ പറഞ്ഞു, ഞങ്ങൾ അതിനൊന്നും പ്രിപ്പയർ അല്ല, ഞങ്ങൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പോൾ ഒരു കല്യാണത്തെ പറ്റി ഒന്നും ആലോചിക്കാനുള്ള ഒരു സിറ്റുവേഷനിലല്ല, അച്ഛനും ഇതുപോലെ താല്പര്യമില്ലാതെ പോയി, അങ്ങനെ ഞാനാണെങ്കിൽ വിളിച്ചുകൊണ്ട് പോകും, അത് പറ്റത്തില്ലല്ലോ. അങ്ങനെ അമ്മ പറഞ്ഞു ശരി എന്നാൽ അവരവരുടെ ഭാഗത്തുനിന്ന് എന്തോന്ന് വെച്ചാൽ ചെയ്തോളണം, ഞാനെല്ലാം കറക്റ്റായിട്ട് ചെയ്തോളാം, അമ്മ ഒന്നും അറിയണ്ട, അമ്മ കൊണ്ടു തന്നാൽ മതി, എനിക്ക് ഇങ്ങനെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയി എന്നുള്ള ഒരു പേരുദോഷം എനിക്ക് കേൾക്കാൻ വയ്യ, അതുകൊണ്ട് അമ്മ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അമ്മ കൊണ്ടുവരാമെന്നും പറഞ്ഞെങ്കിലും അമ്മ വിശ്വാസമില്ല, കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ളത് കാര്യം. അതുകൊണ്ട് ആരെടുത്തും പറയാൻ വയ്യ. ഏറ്റവും അടുത്ത 2-3 ബന്ധുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ നെയ്ബേഴ്സിനോട് ആരോടും ഒന്നും പറഞ്ഞില്ല, ഒന്നും അങ്ങനെ അറേഞ്ച് ചെയ്തതും ഒന്നുമില്ല. ഈ അമ്പലം മാത്രം ബുക്ക് ചെയ്തു. അന്നത്തെ ഒരു പ്രത്യേകത പറയാം, ഹർത്താലായിരുന്നു. ഹർത്താലല്ല, ഒരു മാസത്തേക്ക് ഒരു ബന്ധമുണ്ടായിരുന്നു, അത് ഹർത്താലുണ്ടായിരുന്നു. ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അത് തുടങ്ങിയ ദിവസമാണ് ഞങ്ങളുടെ കല്യാണം. അപ്പൊ 2002 ഒരു 6th ആയിരുന്നു. അന്ന് തന്നെയായിരുന്നു സമരം തുടങ്ങുന്ന ദിവസം. ഞാൻ ഇവരോട് പറഞ്ഞു സമരം തുടങ്ങുന്ന ദിവസമാണ്, ഒരുപക്ഷെ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായല്ലോ. ഞങ്ങളുടെ കല്യാണത്തിൻ്റെ മുഹൂർത്തം എന്ന് വെച്ചാൽ 7:30-ക്കും 8-നും ഇടയ്ക്ക് രാവിലെ. അപ്പം മുഹൂർത്തം നടത്തണം എന്നുള്ളത് ഒരു പ്രശ്നമാണത്. അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു 4:30-ക്ക് വരണമെന്ന്. അപ്പോൾ ഇവർ 4:30-ക്ക് തന്നെ പുറപ്പെട്ട് 2 മണിക്കൂർ കൊണ്ട് അവിടെ എത്തി. അവിടെ 3:30-ക്ക് പുറപ്പെട്ടു ഞങ്ങൾ. അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും സമയത്തിന് വരണമല്ലോ. അമ്മ തന്നെയാണ് കൊണ്ടുപോയത്. ഞങ്ങളുടെ 2 നെയ്ബേഴ്സുമായിട്ട്, അമ്മയുടെ ഒരു ഫ്രണ്ടും. അച്ഛൻ വന്നില്ല. അച്ഛനെ അറിയിച്ചു? അച്ഛനുണ്ട്. അച്ഛൻ ഡേറ്റ് ഒക്കെ അറിഞ്ഞിട്ടാ പോയത്. ഡേറ്റ് എല്ലാം അറിഞ്ഞതിന് ശേഷമാണ് പോയത്. അച്ഛന്റെ പ്രതിഷേധം മുഴുവൻ കാണിക്കാൻ വേണ്ടിയുള്ള അങ്ങനെയെങ്കിലും നടക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ അമ്മയ്ക്കൊരു വഴിയും ഇല്ലാതായിപ്പോയി. കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ഇനി ഇളയ ഒരു കുട്ടിയുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അമ്മയ്ക്ക് അങ്ങനെ ചെയ്തു തരാൻ മാത്രമേ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വന്ന് ചെയ്തു. അങ്ങനെ അമ്മ ഒരു മുഴുവനെ നിർത്തിയാണ് ഞങ്ങള് കല്യാണം കഴിച്ചത്. കല്യാണം നടന്നു. ടെൻഷനോടുകൂടി. ടെൻഷനായി. ഇവള് നല്ല ടെൻഷൻ അടിച്ച അന്ന് രാവിലെയാണ്. കാരണം ഞങ്ങൾ ഒക്കെ 7:30 അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഏൽപ്പിച്ചിരുന്നു, നീ കൃത്യമായിട്ട് അവിടെ പോയി നിൽക്കണമെന്ന്, 6 മണിക്കെങ്കിലും നിൽക്കണമെന്ന്. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞാണ് അവൻ വരുന്നത്. മാത്രമല്ല ഞങ്ങള് വീട്ടിൽ നേരത്തെ ഇറങ്ങിയോണ്ട് 5 മണി ആയപ്പോഴേ ഇങ്ങ് വന്നു. ആരോട് ചോദിച്ചോ പറഞ്ഞു ഇവിടെ കല്യാണമൊന്നുമില്ല. ആര് പറഞ്ഞു നിങ്ങളോട് ഇവിടെ കല്യാണമൊന്നും? കല്യാണമുണ്ട്, പയ്യന്റെ പെണ്ണിന്റെയും പേരൊക്കെ വേറെയാ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വേറൊരു കല്യാണം ഉണ്ട്, അവർക്ക് അതിന്റെ കാര്യം അറിയാവും. അപ്പോൾ ഉടനെ തന്നെ എല്ലാവർക്കും ടെൻഷൻ. അമ്മ പറഞ്ഞു നിനക്ക് മനസ്സിലായല്ലോ, ഇപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിലായല്ലോ, അത് നിന്നെ പറഞ്ഞു പറ്റിച്ചതാണ്, ഇങ്ങനൊരു സംഭവമില്ല, ഇവിടെ ഇതൊന്നും അറേഞ്ച് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രധാന ദിവസം അവിടെയാണ്. ആ നിമിഷം ഇവള് മാറിയെങ്കിൽ കല്യാണം നടക്കില്ല. കാരണം ഒരു വളരെ ചെറിയ ആ സമയത്തൊരു നിമിഷമാണത്. വിശ്വാസക്കുറവ് തോന്നിയോ? ഇല്ല, പറ്റിക്കപ്പെട്ടോ എന്ന് വല്ലതും തോന്നിയോ? ഇല്ല, അങ്ങനെയൊന്നും തോന്നിയില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ കുറേ ഇങ്ങനെ ചോദിച്ചും ഒക്കെ വന്നപ്പോൾ ഒരാളിനറിയാം ഈ കല്യാണത്തെ പറ്റി. അതിന് അമ്പലത്തിലെ പൂജാരി വരണ്ടേ, രാവിലെ ആയതുകൊണ്ട് ആരും വന്നില്ല. അവിടെ ഒരു ആന മാത്രമേ കണ്ടുള്ളത് ഉണർന്നിരിക്കുന്ന സമയത്ത്. ആരും വന്നിട്ടില്ലായിരുന്നു. പിന്നെ വന്ന് തൂക്കാനൊന്നും വരുന്നവർക്കൊന്നും അറിയത്തില്ല ഇത്. പിന്നെ ഓഫീസിലുള്ള ആരെങ്കിലും വന്നല്ലേ അറിയാവോ. അങ്ങനെ ഓഫീസിലുള്ള ആൾ വന്നപ്പോഴാണ് പിന്നെ അവർ മുറിയൊക്കെ തുറന്നു തന്നത്. അപ്പോഴേക്കും നമ്മുടെ കല്യാണത്തിൻ്റെ സമയമൊക്കെ ഇങ്ങായി. ഇപ്പോഴത്തെ ഒരു പ്രണയം എന്ന് പറയുന്നത് വളരെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രണയമാണ്. അവർ ഈ പറഞ്ഞ മാതിരി 2 ലക്ഷം രൂപയല്ല, 5 ലക്ഷമോ 10 ലക്ഷമോ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വിവാഹം. ഞാനും അത്തരം പ്രാക്ടിക്കലായ ഒരാളായിരുന്നു. പിന്നെ സാഹചര്യമാണ്. ഇപ്പം അവർ വന്നു, ഇപ്പം ക്ലോസ് ആയി വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ കുറേ കാലം കൂടെ പ്രണയിച്ച് നടന്നേനെ. ഒരു 2 കൊല്ലം കൂടെ എന്തായാലും പോയിപ്പോൾ. ഞാൻ ഒന്നുമില്ല, ഞാൻ കോഴ്സ് കഴിയുമ്പോൾ ഞങ്ങൾ അല്ല ഒരു 20 വർഷം മുൻപത്തെ ഒരു ജനറേഷൻ അല്ല ഇന്ന്. 15 കൊല്ലം മുമ്പുള്ള ഒരു ചിന്താഗതിയല്ല ഇന്നത്തെ ഒരു ജനറേഷന്. അവർ വിചാരിക്കുന്നത് സാമ്പത്തികമാണ്
അടിസ്ഥാന യോഗ്യത. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് സമാധാനം. അപ്പോൾ കല്യാണം കഴിക്കുന്ന കുട്ടിക്ക് ജോലി വേണം, രണ്ടുപേരും ഒന്ന് സെറ്റിൽഡ് ആയതിനു ശേഷം വിവാഹം കഴിക്കാം. അവിടെ പാരൻസോ ജാതിയോ മതമോ ഒന്നുമല്ല, അവിടുത്തെ സാമ്പത്തികമാണ് ഒരു അടിസ്ഥാന യോഗ്യത എന്നാണ്. അത് ഇപ്പോഴത്തെ ഒരു കാലം അങ്ങനായി. നമ്മളങ്ങനെയല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ, ഇഷ്ടപ്പെടാത്ത ഒരാളെ നമ്മളെങ്ങനെ ലൈഫിൽ സഹിക്കും? മുൻകോപിയാണോ? സത്യം പറയണം, നുണ പറയരുത്. അല്ല, അങ്ങനെ വലിയ മുൻകോപിയാണെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ചില ടെൻഷനിലാണെങ്കിൽ സത്യമായിട്ട് സമ്മതിച്ചു. ചെറിയ കാര്യങ്ങൾ ഞാൻ പണങ്ങും. വീട്ടിൽ പോയാ ചേട്ടൻ വല്ലതും പറയുന്നു പറഞ്ഞിട്ടില്ല. ചേടക്ക് ഞാനും. വേറൊരു കാര്യം, ഈ കവിത ഇങ്ങനെ പാണ്ഡിത്യമുള്ളവർക്ക് മാത്രം മനസ്സിലായിട്ട് കാര്യമില്ല, സാധാരണക്കാരന് മനസ്സിലാവണം എന്താണ് കവി ഉദ്ദേശിക്കുന്നതെന്ന്. സാധാരണക്കാരന് മനസ്സിലായാൽ മാത്രമേ അത് റിയൽ അംഗീകാരമാവൂ, അല്ലേ? അതാണ് സത്യത്തിൽ കിട്ടിയിരിക്കുന്നത്. അതൊരു വലിയ ഭാഗ്യമാണ്. ഷാപ്പിലും പാടുന്നു മനസ്സിലാക്കണ്ടേ കവിത, കവിതയല്ല നമ്മൾ പറയാൻ പറ്റുമോ? അതെ, അതാ ഞാൻ പറഞ്ഞ കവിത അങ്ങനെ ഒരു ഉന്നതമായ സ്ഥാനത്തിരുന്ന് മാത്രം ചൊല്ലേണ്ടതല്ലേ. അല്ല, ഇവിടെ വന്നു എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു 4-5 പേര് മദ്യപിക്കുമ്പോൾ കവിത ചൊല്ലുന്നു എന്ന് പറയുന്നത് ഒരു തെറ്റല്ല, ഒരിക്കലും അല്ല. അതേസമയം 4 സ്ത്രീകൾ ഒരുമിക്കുമ്പോഴോ? അങ്ങനെ പറയാതെ അല്ല, എന്തായാലും കവിത ചൊല്ലില്ല, ഉറപ്പിച്ചു പറയുന്നത് അക്ഷരശ്ലോകത്തിന് അസുഖമുള്ള ആരെങ്കിലും ആയിരിക്കും. ചേച്ചി അത് പറയണ്ട. 4 സ്ത്രീകൾ ഒരുമിച്ച് ചേർന്ന് മദ്യപിക്കുന്നില്ല, നിങ്ങൾ വെറുതെ പാല് കുടിച്ചോളൂ, ഞങ്ങൾ മദ്യപിക്കുന്നവർ കുഴപ്പക്കാര്, കവിത ചൊല്ലില്ല. നിങ്ങൾക്ക് മദ്യപിക്കുമ്പോൾ മാത്രമേ ഇത്തരം സർഗാത്മകത ചിന്ത വരുള്ളൂ, അങ്ങനെയല്ല. ഞങ്ങളെപ്പോഴും മദ്യപിക്കുന്ന കവിത ചൊല്ലുന്ന മദ്യപാനികളെ കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമാണ്. കാരണം അവരെന്നെ ഏറ്റെടുക്കുന്നതാണ്. പിന്നെ ഇവരെ കൊണ്ടുള്ള ശല്യം രാത്രിയാകുമ്പോഴാണ്. ഇവരെന്നെ വിളിക്കും, ഫോൺ നമ്പർ മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരുന്നുള്ളൂ. വെറുതെ ഇരിക്കുമ്പോ പിന്നെ കവിത എല്ലാം തോന്നുന്നില്ലല്ലോ. അവർക്ക് 4 പേര് ചൊല്ലി കഴിയുമ്പോൾ ബാക്കി കവിത തന്നെ ചൊല്ലി കേൾക്കണം എന്നുള്ള ഒരാഗ്രഹം വരും. ശത്രുക്കളാണ്. 2 കുട്ടികളോ? 2 പേര്. എത്ര വയസ്സായി? മോള് 8 വയസ്സ് കഴിഞ്ഞു, മോന് 2.5 വയസ്സ്. ഓക്കെ, അപ്പം വളരെ സന്തോഷം. നമ്മളൊരു ഫോർമാലിറ്റി ഒന്നും ഇല്ലാതെ ഒരു സൗഹൃദ സംഭാഷണമാണ് ഉദ്ദേശിച്ചത്. വളരെ സന്തോഷം.